ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന് CPM BJP ഡീൽ ആരോപണം. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് കള്ളപ്രചരണം നടത്തുന്നുവെന്ന് NDA ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് B ഗോപാലകൃഷ്ണൻ. കേസെടുത്ത് നിശബ്ദനാക്കാൻ കഴിയില്ലെന്നും ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ വിമതനായ പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി ആശയവിനിമയം നടത്തി DCC KPCC ഭാരവാഹികൾ. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങി. LDF നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. ആരോഗ്യ മേഖലയെ തകർക്കാനാണ് BJPയും കോൺഗ്രസും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻകോവിലകം കുഞ്ഞുണ്ണിരാജയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ശൃംഗവരം പുത്തൻകോവിലകത്ത് നടന്നു. വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിന് പരിസമാപ്തി. ഉത്സവത്തിന് സമാപനം കുറിച്ച് വടക്കേ നടയിൽ വെന്നിക്കുടി ഉയർത്തി. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ മഹാതീർത്ഥാടനം ഭക്തിസാന്ദ്രം. പദയാത്രയിൽ അണിനിരന്ന ആയിരങ്ങൾ. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതിനു പകരമായി ഇവർ തമ്മിൽ കച്ചവടമുണ്ട്. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കും. ആ 10 സീറ്റുകളിലും CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് BJPയെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. അതിന് പകരം ഇവർ തമ്മിലൊരു കച്ചവടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂലി കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJP. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോഴും BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷെ എന്റെ പ്രശ്നത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJPക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. അതാണ് എന്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. BJP LDF സഖ്യമെന്നത് പ്രതിപക്ഷ നേതാവിന്റെ കള്ളപ്രചരണമാണെന്ന് NDA ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. നിരവധി BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPMുമായി BJP സഖ്യത്തിലാണെന്ന് പറയുന്ന VD സതീശൻ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് AN രാധാകൃഷ്ണൻ ചോദിച്ചു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിൽ ജനങ്ങൾ ബദലായി കാണുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന NDA ആണെന്നും AN രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അതിനുശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം, അതിന് ബദലായി UDF സംവിധാനത്തെ ജനങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ വികസനോന്മുഖമായ ഒരു കേരളത്തിനു വേണ്ടി, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുന്നതിനു വേണ്ടി കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ മാറ്റം, ആ മാറ്റം കേരളത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ശ്രീമാൻ VD സതീശനും അതുപോലെ തന്നെ
കോൺഗ്രസിൻ്റെ ബി ടീമായ CPM-ഉം ചേർന്ന് കേരളത്തിൽ കള്ളപ്രചരണം നടത്തുകയാണ്. ശ്രീമാൻ VD സതീശൻ പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ സഖ്യത്തിലാണ് എന്നാണ്. അയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഒരു തരത്തിലും അവരുമായി ഞങ്ങൾക്ക് സന്ധി ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ. ആ സമയത്ത് കള്ളപ്രചരണം നടത്തുന്ന VD സതീശനോട് വളരെ സ്നേഹബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2016 ശ്രീമാൻ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ 37% വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ആളാണ്. 2021 വട്ടിയൂർക്കാവിൽ 25% മാറി. ആ 25% മാറിയതിൽ ബാക്കി വോട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ആർക്കാണ് കൊടുത്തത് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആരായിട്ടാണ് ഡീല് നടത്തിയത്? കാരണം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേടിയ അത്ഭുതകരമായ വിജയം. ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വിത്തെടുത്ത് ഭക്ഷിക്കുന്ന രീതിയാണ് UDF മുന്നോട്ട് കൊണ്ടുപോയത്. സ്വയം ആത്മഹത്യയായിരുന്നു. LDF UDF സഖ്യത്തിന്റെ ഭാഗമായി അവിടെയുള്ള 14 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2021 LDF-ന് 13 സീറ്റും UDF-ന് 1 സീറ്റുമായി. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ BJP-യെ തകർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടി. തൃശൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാദ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശേഖരിച്ചു. ചട്ടലംഘനം കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്ന ഗോപാലകൃഷ്ണന്റെ പരാമർശമാണ് വിവാദമായത്. താൻ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയത്. ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തുടരാം. തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ വിമതനായ പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി DCC KPCC ഭാരവാഹികൾ ആശയവിനിമയം നടത്തി. ജില്ലയിലെ കോൺഗ്രസിലെ പ്രമുഖ പദവികൾ ഒരു വിഭാഗം മാത്രമായി കൈയടക്കി വെക്കുന്നുവെന്നാണ് ജയപ്രകാശ് പൂവത്തിങ്കലിന്റെ ആരോപണം. തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. മേയർ, DCC പ്രസിഡന്റ്, തൃശൂർ, ഒല്ലൂർ MLA സ്ഥാനാർത്ഥികൾ തുടങ്ങിയവ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമാക്കി പാർട്ടി മതേതര നിലപാട് കൈവെടിയുന്നുവെന്നാണ് വിമത സ്ഥാനാർത്ഥിയാകാൻ കാരണമെന്ന് ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീ പോസ്റ്റുകൾ മുഴുവൻ ഒരു വിഭാഗം ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, തൃശ്ശൂരിൽ തന്നെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ KPCC ഭാരവാഹികൾ, ഇതെല്ലാം ഒരു വിഭാഗം കീ പോസ്റ്റ് കൈയടക്കിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ ഇപ്പോൾ നോമിനേഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. KPCC DCC ചർച്ചയ്ക്ക് വിളിക്കും. ചർച്ച ചെയ്ത് ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ 26-ാം തീയതി ഞാൻ പുതിയൊരു തീരുമാനവുമായി മുന്നോട്ട് പോകും. ഇക്കാര്യം DCC KPCC ഭാരവാഹികളോട് ഉന്നയിച്ചിരുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തെ തുടർന്ന് DCC KPCC ഭാരവാഹികൾ വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാര നടപടികൾക്ക് ഉറപ്പ് ലഭിച്ചാൽ മത്സരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുമെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ച തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. ചർച്ചയില്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകാനും സാധിക്കും. ഞാൻ ഒരു പാർട്ടിയിലും ചേരില്ല. കോൺഗ്രസിന്റെ സജീവ മെമ്പർഷിപ്പ് പിന്തി അതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു പുതിയതല്ല, പഴയ വിപ്ലവം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പടപൊരുതി ഇറങ്ങിയിട്ടുള്ളത്. പല ആളുകളും എന്നെ വിളിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളായാലും അണികളായാലും ഈ ആക്ഷേപം പറഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പേടി കാരണമാണ്, ഇതൊന്നും പറയുവാനുള്ള ചങ്കൂറ്റില്ലാത്ത കാരണമാണ് ഞാൻ ഇതിന് നേതൃത്വം നൽകിയത്. അല്ലാതെ വേറെ ഒരു വിമതനായി മത്സരിച്ച് വലിയ ആളാകുവാനോ പേരെടുക്കുവാനോ അല്ല. അത് 26-ാം തീയതി ഇതിന് മറുപടി ഇല്ലെങ്കിൽ തീരുമാനിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ICC KPCC നേതൃത്വം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേണ്ടത് രീതിയിൽ പരിഹരിക്കാമെന്ന്. അത് കണ്ടിട്ട് ഞാൻ പിന്നീട് മറുപടി പറയാം. 4 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള 58-കാരനായ ജയപ്രകാശ് KSU ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്.
കോർപ്പറേഷനിൽ 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങിയതായി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ അറിയിച്ചു. BJPയോടുള്ള അച്ചടക്കപൂർണമായ സമീപനമാണ് ശ്രീശൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നതെന്ന് പത്മജ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തൃശൂരിൽ BJP ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നതിന്റെ ദൃഷ്ടാന്തമാണിത്. വരും ദിവസങ്ങളിൽ ശ്രീശൻ അടിയാട്ട് BJPക്കായി പ്രചരണ രംഗത്തിറങ്ങുമെന്നും പത്മജ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലായി ഇതുവരെ 44 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും പത്രിക നൽകിയിട്ടുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. അതേസമയം പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഞായറാഴ്ച അവധിയായതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആരോഗ്യമേഖലയെ തകർക്കാനാണ് BJPയും കോൺഗ്രസും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കൊടുങ്ങല്ലൂരിലെ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, TK സന്തോഷ്, KV വസന്തകുമാർ, KC വർഗീസ്, ബിനിൽ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. പുതുക്കാട് മണ്ഡലം UDF കൺവെൻഷൻ ആമ്പല്ലൂരിൽ ചേർന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KM ബാബുരാജ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA MK പോൾസൺ, നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, MP പോളി, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. താവളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടികയിലെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചാഴൂർ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു. VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KM ജയദേവൻ അധ്യക്ഷനായി. നേതാക്കളായ TB ഷാജി, KS മോഹൻദാസ്, KK രാജേന്ദ്രബാബു, ഷീല വിജയകുമാർ, NG ജയരാജ് എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പുതുക്കാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി A നാഗേഷിനായി പോസ്റ്റർ പ്രചരണവുമായി വനിതകൾ. തുടർച്ചയായി 3ാം തവണയാണ് നാഗേഷ് പുതുക്കാട് നിന്ന് ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP നടത്തിയ വൻ മുന്നേറ്റമാണ് തന്റെ വിജയപ്രതീക്ഷയെന്ന് A നാഗേഷ് പറഞ്ഞു. നേതാക്കളായ അരുൺകുമാർ പന്തല്ലൂർ, AG രാജേഷ്, രാജൻ വല്ലച്ചിറ എന്നിവരൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ബിജു S ചെറിയത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് അംഗം KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR പ്രസാദൻ, MK മോഹനൻ, KV നൈജോ എന്നിവർ സംസാരിച്ചു. മണലൂരിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിറ്റാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA, ഷാജി കാക്കശ്ശേരി, VC വിൻസെന്റ്, PL ഡൊമിനി, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് നിർവഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു.
സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ, നേതാക്കളായ KA ഹാറൂൺ റഷീദ്, അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച അന്തരിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാടുവിട നൽകി. കൊടുങ്ങല്ലൂരിൽ ശൃംഗപുരത്തുള്ള പുത്തൻ കോവിലകത്തായിരുന്നു സംസ്കാരം. അനന്തരവൻ മനോജ് വർമ്മ ചിതയ്ക്ക് തീകൊളുത്തി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ റീത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. കുഞ്ഞുണ്ണി രാജയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി വാതിൽ കാപ്പവർ സന്നിധിയിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാന്റെ അധികാര ദണ്ഡ് ഏറ്റെടുക്കും. പടാക്കുളം ഊഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ശൃംഗപുരം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തും. ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറന്ന് ദർശനം നടത്തി നെയ്ക്കിണ്ടി സമർപ്പിക്കുന്നതോടെ വലിയ തമ്പുരാന്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് പൂർത്തിയാകും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരിയ സമുദായക്കാർ വെന്നിക്കുടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയേരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ചടങ്ങ്. തുടർന്ന് മൂത്താശാരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാരിയ സമുദായം വെന്നിക്കുടി ഉയർത്തി. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീണ്ടലിനിടെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞു വീണ് മരിച്ചു. ഊരകം സ്വദേശിനി ചെറുവത്തൂർ പണിയിൽ വീട്ടിൽ 67 വയസ്സുള്ള രാധമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച കാവുതീണ്ടൽ സമയത്ത് തിരക്കിനിടയിൽ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലയൂർ മഹാതീർത്ഥാടനത്തിന് തുടക്കമായി. പുലർച്ചെ 5-ന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. 1-ാം ഘട്ട പദയാത്ര 11 മണിയോടെ പാലയൂരിൽ എത്തിച്ചേർന്നു. ഫാദർ ഡേവിഡ് കണ്ണമ്പുഴ പതാക ഏറ്റുവാങ്ങി. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് എത്തിച്ചേർന്നു. പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ പൂല അന്തോണി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ആഴ്ചയായി തുടരുന്ന പാചകവാതക ക്ഷാമം അതിരൂക്ഷമാകുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള സിലിണ്ടർ വിഹിതം കേന്ദ്ര സർക്കാർ 20% കൂട്ടിയത് ഏത് രീതിയിൽ ഫലം കാണുമെന്നതാണ് വരും ദിവസങ്ങളിലെ ആകാംക്ഷ. ഹോട്ടലുകൾ പലതും ഇപ്പോഴും പൂട്ടിയ നിലയിലാണ്. പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതേസമയം സിലിണ്ടർ വിഹിതം വർദ്ധിപ്പിച്ച തീരുമാനം വന്നതോടെ നാളെ നടത്താനിരുന്ന പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മൈസൂരിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വേലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. വേലൂർ ചുണ്ടപ്പുരയ്ക്കൽ സുബ്രഹ്മണ്യന്റെ മകൻ 36 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. കഴിഞ്ഞ 11-ന് രാത്രി കാൽ വഴുതി ജോലിസ്ഥലത്തെ ലിഫ്റ്റിനുള്ള കുഴിയിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. കാട്ടകാമ്പൽ സ്രായിൽ സ്വദേശിയായ യുവാവിനെ വീടുകയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകാമ്പൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരാണ് പിടിയിലായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സഞ്ജയനെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകളും അടിച്ചു തകർത്ത പ്രതികൾ പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ബൈക്കിൽ കടന്നുകളഞ്ഞത്. പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കിടയിൽ ഏതാനും നാളുകളെ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. എളവള്ളി ബെത്സൈദ അഗതി ആശ്രമത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിനിയായ 26 വയസ്സുള്ള സമിതിയാണ് മരിച്ചത്.
പുലർച്ചെ ആശ്രമത്തിലെ അന്തേവാസികളാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോ കൊപ്ര മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. പറമ്പിൽ വീട്ടിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്ന കൊപ്ര ഷെഡിൽ 8 ചാക്കുകളിലായി സൂക്ഷിച്ച 60,000 രൂപയുടെ കൊപ്രയാണ് നഷ്ടപ്പെട്ടത്. ആദ്യം നടന്ന മോഷണം ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30 ഓട്ടോറിക്ഷയുമായി 3 മോഷ്ടാക്കൾ എത്തിയപ്പോഴാണ് 2 പേരെ പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. ചേറൂരിൽ വൈദ്യുതി തൂണിൽ ബൈക്കിടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വരാക്കര ചുക്കിരിക്കുന്നിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 20 കോഴികൾ ചത്തു. ചുക്കിരിക്കുന്ന് മടത്തുംപിടി ജോസിന്റെ കോഴികളാണ് ചത്തത്. ഇന്നലെ വൈകിട്ട് വീട്ടുകാർ കോഴികളെ കൂട്ടിൽ കയറ്റിയിരുന്നു. കൂട് തകർത്താണ് എല്ലാ കോഴികളെയും കൊന്നിരിക്കുന്നത്. അളഗപ്പനഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി സ്ഥലം സന്ദർശിച്ചു. നാട്ടിക ബീച്ച്, ആരിക്കിരി, ഭഗവതി പള്ളത്ത്, പാറപ്പൻ, മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് ക്ഷേത്രം തന്ത്രി CS സന്തോഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി യാദവ്, അനന്തു എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 28-നാണ് ക്ഷേത്ര മഹോത്സവം. വാഴാനി തൊട്ടിക്കവളപ്പിൽ രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ മോഹൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കളംപാട്ടിന് സുനിൽ പെരിങ്ങോട്ടുകര നേതൃത്വം നൽകി. കൊണ്ടയൂർ വാസുവും സംഘവും അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. പൂജകൾക്ക് ക്ഷേത്രം മഠാധിപതി TV സുരേഷ് സ്വാമി നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര കലാനിധി പുരസ്കാരം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥിന് 10,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 28-ന് ഉഭയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന CPM BJP ഡീൽ ആരോപണം. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് കള്ളപ്രചരണം നടത്തുന്നുവെന്ന് NDA ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് B ഗോപാലകൃഷ്ണൻ. കേസെടുത്ത് നിശബ്ദനാക്കാൻ കഴിയില്ലെന്നും ഗോപാലകൃഷ്ണൻ.
തൃശൂരിൽ വിമതനായ പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി ആശയവിനിമയം നടത്തി DCC KPCC ഭാരവാഹികൾ. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങി. LDF നിയോജകമണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. ആരോഗ്യമേഖലയെ തകർക്കാനാണ് BJPയും കോൺഗ്രസും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻകോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം ശൃംഗവരം പുത്തൻകോവിലകത്ത് നടന്നു. വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് പരിസമാപ്തി. ഉത്സവത്തിന് സമാപനം കുറിച്ച് വടക്കേനടയിൽ വെന്നിക്കുടി ഉയർത്തി. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ മഹാതീർത്ഥാടനം ഭക്തിസാന്ദ്രം. പദയാത്രയിൽ അണിനിരന്ന ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.